യൂറോപ്പിൽ നിന്നും അറബ് രാജ്യത്തേക്ക് ചേക്കേറിയപ്പോൾ അവിടെ ക്രിസ്ത്യാനോ നേരിട്ടത് പരിഹാസങ്ങളോ കുത്തുവാക്കുകളോ ഒറ്റപ്പെടുത്തലോ ആയിരുന്നില്ല. മറിച്ച് അയാളുടെ മഹത്വവും താരമൂല്യത്തെയും തിരിച്ചറിയുന്ന GCC മണ്ണാണ് അയാളെ സ്വീകരിച്ചത്. 2022 അവസാനത്തിൽ റയൽ മാഡ്രിഡിൽ നിന്ന് മാറേണ്ട സാഹചര്യത്തിൽ എല്ലാവരും ഒന്നടങ്കം ചോദിച്ചിരുന്നു, നിർത്താറായോ എന്ന്. ചോദിക്കുന്നവർ മറക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുള്ളത്. 2023 ജനുവരിയിൽ റൊണാൾഡോ അൽ നാസറിൽ റെക്കോർഡ് തുകയ്ക്ക് സൈൻ ചെയ്യുമ്പോൾ സൗദി ക്ലബ്ബ് അയാളെ മാർക്കറ്റിംഗിനായി ഉപയോഗിക്കുകയാണെന്ന് പലരും അടക്കം പറഞ്ഞിരുന്നു. അതെ, അവനൊരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ തന്നെയാണ്, ഇന്നും അത്രയേറെ മൂല്യമുള്ളവൻ. അയാളുടെ ഇന്നത്തെ പ്രായവും ആരോഗ്യസ്ഥിതിയിലും ഇന്നത്തെ യുവതാരനിരയ്ക്കൊപ്പം ഗർജിക്കുന്ന സിംഹത്തെ പോലെ കുതിക്കുമ്പോഴും അവന്റെ പഴയ ചരിത്രമൊന്ന് എടുത്തു നോക്കിയാൽ ഇന്നും വമ്പന്മാരുടെ മുട്ടുകാൽ വിറയ്ക്കും. റൊണാൾഡോ അൽ നാസറിൽ എത്തിയപ്പോൾ ആദ്യ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകളും മികച്ച ഹാട്രിക്കുകളും 3 തവണ പ്ലെയർ ഓഫ് ദി മന്ത് ആവുകയും ചെയ്തിരുന്നു. 77 കളികളിൽ 74 ഗോളുകൾ നേടിയിട്ടുണ്ട്. സൗദി പ്രോ ലീഗ് വേൾഡ് വൈഡായി അറിയപ്പെടാൻ തുടങ്ങിയത് റൊണാൾഡോയുടെ വരവിലൂടെയാണ്. അയാൾക്ക് ശേഷം പല വമ്പന്മാരും സൗദി ക്ലബ്ബുകളിലേക്ക് ചേക്കേറിയിരുന്നു. 2 വർഷത്തെ കരാറിൽ അയാളുടെ മികവിൽ അൽ നാസറിനെ ലോക ശ്രദ്ധ നേടിക്കൊടുത്തു. അൽ നാസറിൽ കരാർ അടിസ്ഥാനത്തിൽ അവസാന മാച്ച് കളിക്കുമ്പോൾ അയാളുടെ തിരിച്ചുപോക്ക് ലോകം ഉറ്റുനോക്കിയിരുന്ന ഒന്നാണ്. 2025 റൊണാൾഡോ വീണ്ടും കരാർ പുതുക്കുമ്പോൾ ഒന്നല്ല 2027 വരെ 2 വർഷത്തേക്കാണ് വീണ്ടും കരാർ പുതുക്കുന്നത്. 178 മില്യൺ പൗണ്ട്, അതായത് 2000 കോടി രൂപയ്ക്ക്. 5 തവണ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയ മുൻ റയൽ മാഡ്രിഡ് താരം ഇത്തവണ പോർച്ചുഗലിന് യൂറോപ്പ് നേഷൻസ് കപ്പ് നേടിക്കൊടുത്താണ് വീണ്ടും സൗദിയിലെത്തുന്നത്. ഇത്തവണ അൽ നാസറിൽ തുടരുമ്പോൾ കരാർ തുകയ്ക്ക് മാത്രമല്ല ഏകദേശം 33 മില്യൺ പൗണ്ട് മൂല്യം വരുന്ന ക്ലബിന്റെ 15% ഓഹരിയും കൂടെ റൊണാൾഡോയ്ക്ക് ലഭിക്കും. 2ാം വർഷം ഇത് 38 മില്യൺ പൗണ്ടായി ഉയരും. ക്ലബ്ബ് സൗദി പ്രോ ലീഗ് കിരീടം നേടിയാൽ 8 മില്യൺ പൗണ്ടും ലീഗിൽ ഗോൾഡൻ ബൂട്ട് നേടിയാൽ 4 മില്യൺ പൗണ്ടും ബോണസായി ക്രിസ്ത്യാനോയ്ക്ക് ലഭിക്കും. കൂടാതെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടുകയും വിജയിക്കുകയും ചെയ്താൽ 6.5 മില്യൺ പൗണ്ടും ബോണസായി ലഭിക്കും. 2026 വേൾഡ് കപ്പിന് ശേഷവും ക്രിസ്ത്യാനോ എന്ന ഇതിഹാസം അൽ നാസറിൽ തുടരും. അയാളിലെ അടങ്ങാത്ത ഫുട്ബോൾ കളിയുടെ ആവേശം GCCയിൽ അലയടിക്കാനും അൽ നാസറിന്റെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ നിറം പകരാനും ഇനിയും അയാൾ ഇവിടെ തന്നെയുണ്ടാകും. ഫുട്ബോൾ ലോകത്തിലെ സെൽഫിഷ് പ്ലെയർ എന്ന പട്ടം അലങ്കാരമായി ചൂടി തന്നെ.